പപ്പ എന്താ മോളെ? ഡിന്നർ നീ സാരി ഉടുക്കുന്ന എന്തിനാ? വിളിച്ചത് ARK സാറാ. ഇവിടെ അടുത്ത ആരെങ്കിലും ആയിരുന്നെങ്കിൽ നീ എന്ത് വേഷം കെട്ടിക്കൊണ്ട് പോയാലും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത് അങ്ങനെയാണോ? അവരായതുകൊണ്ട് ആ സാരിയും ബൊക്കയും ഒക്കെ വേണമെന്ന് പറഞ്ഞത്. സംസാരിച്ചത് നേരം കളയാതെ അങ്ങോട്ട് കയറിയിരുന്ന് വേഗം വണ്ടി എടുക്കും. അവരെന്നോട് നിനക്ക് പാചകം അറിയാമെന്ന് ചോദിച്ചപ്പോ ആൾമോസ്റ്റ് നീ അബദ്ധം പറഞ്ഞു പോയി മോളെ. എനിക്ക് പാചകം അറിയോന്നൊക്കെ എന്തിനാ ചോദിക്കുന്ന പപ്പ? പെണ്ണുകാണലാണോ ഇത്? വെറുതെ ഒരു കാണൂല മോളെ. അല്ലെങ്കിൽ തന്നെ വലിയ ആൾക്കാർ വിചാരിച്ച കല്യാണമൊക്കെ ഒരു വലിയ കാര്യമാണ് മോളെ. മോളെ ഇതെന്താ? ചെന്ന് കെട്ടിക്കവളെ. മുത്തശ്ശൻ വെറുതെ ഒന്ന് കാണാൻ പറഞ്ഞു, അതുകൊണ്ടാ. വീട്ടിൽ ഏഞ്ചലിനെ നിർത്തിയിട്ട് പുറത്തുള്ള ഒരുത്തിയെ കെട്ടാൻ പോകുന്നു. ഹലോ, ചിരിക്കുന്ന എന്തിനാ? ഏഞ്ചലല്ലേ ഞാൻ. Get lost. ബോക്സ്. Get lost, I say. ഓക്കേ ഓക്കേ. ഹായ് വെൽക്കം. ഞാൻ രാമചന്ദ്രൻ. എന്റെ പേര് ആഞ്ജനേയ പ്രസാദ്. പേര് കൊണ്ടുപോലും ഞാൻ എന്തടി മോളെ, സത്യമല്ലേടി പറഞ്ഞേ? കണ്ണി കണ്ട അലവലാദികളൊക്കെ വീട്ടിൽ വലിച്ച് കയറ്റിയിരിക്കുക. ഹായ് പ്ലീസ് വെൽക്കം. എന്താ കുടിക്കാൻ? നിങ്ങളോടൊപ്പം ഇരിക്കുന്നതേ ഒരു ഭാഗ്യമോ. പിന്നെ ചായയോ കാപ്പിയോ വറുത്തതോ കറി വെച്ചതോ ജീവനുള്ളതോ എന്ത് തന്നാലും കഴിച്ചോളാം. ഇതാണ് ഹ്യൂമർ സെൻസ്. താങ്ക് യു. എന്താ ഒന്നും സംസാരിക്കാത്തത്? നിങ്ങളെ സംസാരിക്കുന്നുണ്ടല്ലോ. എന്റെ മോളൊരു മിതഭാഷിയാ. അതെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോ വില പോലും ചോദിക്കാറില്ല. അമ്മയെ പോലെ മോനും മിതഭാഷി. മോൻ വാഗൊണ്ടല്ലാതെ പ്ലേറ്റും കൊണ്ടല്ലേ പറഞ്ഞു. ഓ മൈ ഗോഡ് മോളെ, യു ആർ ലക്കി. നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു. കഷ്ടപ്പാടില്ല, ഇതോടെ തീർന്നു. അഷ്ടലക്ഷ്മിമാര് പാട്ടും പാടി നമ്മുടെ വീട്ടിൽ വന്ന് ഗ്രൂപ്പ് ഡാൻസ് കളിക്കുവിനി. എന്താ നോക്കുന്നേ? എണീക്കേ. ഒന്നുകൂടെ ഒന്ന് ആലോചിക്കും മോനെ. ഐ തിങ്ക് ഇറ്റ്സ് ടു ഫാസ്റ്റ്. അമ്മ ഇത്ര നാളും അവൻ ഫാസ്റ്റ് അല്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് ഇപ്പൊ അവൻ ഫാസ്റ്റ് ആയതാണോ കുഴപ്പമായത്? എങ്കിലും നീ മോതിരം കിടാം. എന്തിനാ താമസിപ്പിക്കുന്നേ? എന്തു സന്തോഷം കൊണ്ടാ. എന്തിന്? നീ എന്താണ് ഇവിടെ? മാഡം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, എന്തോ ജോലി ഉണ്ടെന്ന്. നിനക്കിവിടെ ഒരു ജോലി ഇല്ലടാ, നീ വെളിയിൽ പോ. എന്താ പറഞ്ഞോ? എന്റെ മോൾക്ക് അവൻ ഇടാൻ വേണ്ടി വാങ്ങിച്ചതാ റിങ്. ഇപ്പോഴും അവൻ തന്നെയാണല്ലോ ഇട്ടത്. ലഞ്ച് എന്നും പറഞ്ഞ് എൻഗേജ്മെന്റ് നടത്തിയിരിക്കുന്നു. അവളുടെ കല്യാണത്തെ കുറിച്ച് എന്റെ മോൾക്ക് വലിയ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. അവളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചുള്ള ബന്ധം നമുക്ക് ശരിയാക്കി കൊടുക്കാമല്ലോ. അവൻ കെട്ടിയില്ലെങ്കിൽ അവൾ ചാവൂന്നാ പറയുന്നേ. എടാ, ചെറുപ്പത്തിൽ അവള് കളക്ടർ ആവെന്ന് പറഞ്ഞല്ലേ, എന്നിട്ടായോ? അതുപോലെ പറയുന്നതെല്ലാം അങ്ങ് ചെയ്യില്ലടാ. നീ ചുമ്മാ വിഷമിക്കൊന്നും വേണ്ട, വാ. മാഡം, മൊത്തം നീയാ ചെയ്തത്. ഞാനോ? നീ ആ സുദർശന്റെ ആൾക്കാരെ അവിടെ ഇട്ട് തല്ലിയതുകൊണ്ടല്ലേ ആ രാമചന്ദ്രൻ സാർ അത് കണ്ടത്. അദ്ദേഹം അത് കണ്ടതുകൊണ്ടല്ലേ അച്ഛനോട് സംസാരിച്ചത്. അവരത് സംസാരിച്ചതുകൊണ്ട് എനിക്ക് എൻഗേജ്മെന്റ് ആയത്. പോട്ടെ, എന്നിട്ട് സുദർശൻ പേടിച്ച് അടങ്ങിയിരുന്നോ? SP ഓഫീസിലേക്ക് ഒത്തുതീർപ്പിന് വിളിച്ചിരിക്കുന്നു. മാഡം, ഞാൻ അവിടെ പോയിരിക്കേ. ഓ മാഡം, ഓ സോറി മാഡം, നല്ല ചൂടില്ല. അടാ, ആരാ? ഭാര്യയാണോ? അല്ലല്ല, എന്റെ മാഡമാണ്. ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. നല്ല കോൺഫിഡൻസ് ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഓ പിന്നെ ബോഡി ലാംഗ്വേജ് നോക്കി പറയുന്ന ഒരാള്. ഇന്നലെ എൻഗേജ്മെന്റ് കഴിഞ്ഞേ ഉള്ളൂ. അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും. അത് കുഴപ്പമില്ല, ആൾ അണ്ണനുള്ളത് തന്നെയാ. ഇവനെന്തായി പറയുന്നത്? നീ എന്താ രാമചന്ദ്രൻ സാറിന്റെ മോനാ? മാഡം വളരെ പ്രാക്ടിക്കലാ. ആ രവി ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇവനെ ഈ നിലയിലാക്കി. എന്തായി പറയുന്നത്? ഞാൻ പറയുന്നത് സത്യമാ, എന്നെ ഒന്ന് വിശ്വസിക്കുക. എന്തോന്ന് വിശ്വസിക്കുക? അതെയോ? എന്താണ് പ്രശ്നം? ഞാൻ 5 CR കൊടുത്തതാണ് സർ.
അത് തിരിച്ചു ചോദിച്ചപ്പോൾ റൗഡിസം കാണിക്കുന്നു. എന്ത് റൗഡീസ് ആണെന്നാ? കാശ് വെച്ച കുഴപ്പമില്ലായിരുന്നു, കമ്പനി മൊത്തമായിട്ടാ ചോദിച്ചത്. അതും പോരാഞ്ഞ് പെൺകുട്ടികളെ പപ്പടം പോലെ പൊടിക്കും, എണ്ണയില്ലാതെ വറക്കും, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അടി കൊടുത്തത്. അങ്ങനെയൊക്കെ പറഞ്ഞ? അതെ സർ. അപ്പോ പെൺകുട്ടിയെ അപമാനിച്ചിട്ട് നിങ്ങളല്ലേ കേസ് കൊടുക്കുന്നത്? ഡേയ്, ആ റൈറ്ററെ ഒന്ന് വിളിച്ചേ. ഇവൻ ഫൈറ്റർ ഒന്നും അല്ല സർ, പിന്നെന്തിനാ റൈറ്ററെ വിളിക്കുന്നത്? സാർ ഇവനെ ഒന്ന് നോക്ക്, എന്നിട്ട് എന്റെ ആൾക്കാരെ നോക്ക്. എബോവ് 6 feet. ഇവൻ അവരെ അടിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും സാർ? അത് പോയിന്റ്. കള്ളമാണ് സർ, ഞാൻ അടിച്ചതാ. വേണമെങ്കിൽ ഇനി അടിച്ചു കാണിക്കാം. ഇപ്പൊ സാറിന് വിശ്വാസമായില്ലേ? എന്തുവാടാ ഇത്രയും നേരം ഇവിടെ നിന്ന ആള് ഇപ്പൊ അവിടെ ഇരിക്കുന്നുണ്ടില്ലേ? കാല് കഴിച്ചുകൊണ്ട് അവൻ പോയി കസേരയിലിരുന്നു. അതിനെന്താ? എന്താ സാർ ഈ പറയുന്നത്? എന്റെ അടി കൊണ്ട് തെറിച്ചു പോയിരുന്നതാ. ഒന്ന് പോടാ. സാർ, സാറ് കുനിഞ്ഞപ്പോഴാണ് ഞാൻ അടിച്ചത്. സാർ നിവരുന്നതിന് മുമ്പ് അവൻ തെറിച്ചു പോയി. സാർ ഇപ്പൊ നോക്കുമ്പോൾ അവൻ അവിടെ ഇരിക്കുകയാണ്. എടി മോളെ, ഇവനെ ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ കാണിക്കായിരുന്നില്ലേ? യെസ് സർ, ഐ വിൽ ഡു ദാറ്റ്. എന്താടാ, എന്താ നിനക്കിപ്പോ? നല്ല സ്റ്റൈലായിട്ട് ചെയ്ത ഫൈറ്റ് ആയിരുന്നു സർ. ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ടാ അവരിങ്ങനെ കള്ളം പറയുന്നത്. ഹേർട്ടായി സർ. ഹട്ടായെന്നോ? സത്യത്തിൽ നിന്റെ പ്രോബ്ലം എന്താടാ മോനെ? വീണ്ടും ഞാൻ അടിച്ചില്ലേ സർ? ഞാനത് കണ്ടില്ലടാ. സാറ് വിളിക്ക്, വേണമെങ്കിൽ ഒന്നുകൂടി അടിച്ചു കാണിക്കാം. പോകരുത്. ഒരു പോലീസ് ഓഫീസറോട് ഞാൻ തല്ലാം, നിങ്ങൾ കണ്ടോ, അങ്ങനെയൊന്നും പറയരുത്. അടിച്ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല, അടിച്ച തൊട്ട് കണ്ടുമില്ല, ഇനി അടിക്കാന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തുമില്ല. എന്താ സാർ ഇത്? എടാ മോനെ, ആരും പോലീസ് സ്റ്റേഷനിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കരുത്. ഞാൻ നോക്കിയിട്ട് നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ കാണുന്നു. എനിക്കറിയാം സർ. ഞാൻ സംസാരിക്കുന്നതിന് ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. കൊന്നുകളെ ഞാൻ. മോളെ, ഇവ നിന്റെ ഓഫീസിൽ എന്താ ചെയ്യുന്നത്? ഇത് തന്നെയാണ് സർ. എന്നാലും ഞാൻ അടിച്ചെന്ന് പറഞ്ഞത് മാത്രം സാറ് വിശ്വസിക്കില്ല. ഡാ, ഇത് ഫൈനലാ. ഇവളോട് ഞാൻ ചോദിക്കും, എന്താണോ ഇവള് പറയുന്നത് അതേ ഞാൻ വിശ്വസിക്കൂ. നീ പിന്നെ മിണ്ടിയാക്കരുത്. പറഞ്ഞു കൊടുക്കും മേഡം. ഇവൻ അടിച്ചോ ഇല്ലയോ? നോ സർ, നോട്ട് അറ്റ് ഓൾ. ഹി ഈസ് സോ സ്വീറ്റ്. ഡിസ്കഷൻ ഓവർ. മാഡം, നിങ്ങളും കൂടി ഇങ്ങനെ കള്ളം. നിന്നെ അയാൾ അറസ്റ്റ് ചെയ്താലേ നിനക്ക് സമാധാനമാവുള്ളൂ. അല്ല, നമ്മൾ സത്യം പറയണ്ടേ മേഡം? എനിക്ക് എൻഗേജ്മെന്റ് ഇഷ്ടമല്ലായിരുന്നു, എന്നിട്ട് പറഞ്ഞു ഞാൻ. നീ ഇങ്ങനെ സത്യം മാത്രം പറഞ്ഞുകൊണ്ടെന്ന് പെട്ടത് തന്നെ. കൂടെ ഞങ്ങളും. മാഡം, സത്യം പറയുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല മാഡം. മാഡം മാഡത്തിന്റെ പപ്പയോട് ഈ സത്യം അങ്ങ് പറ. പറഞ്ഞു. സൂയിസൈഡ് ചെയ്യുന്നു പപ്പയും പറഞ്ഞു. എന്നാ പിന്നെ രാജിന്റെ പപ്പയോട് അങ്ങ് പറ. രാമചന്ദ്ര സാറിനോടോ? ഓ ഗോഡ്. ഏയ് മാഡം, മാഡം, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമുക്ക് ഒരുമിച്ച് പോയി രാമേന്ദ്ര സാറിനോട് ഉള്ള സത്യം തുറന്നു പറയാന്നേ. ഒന്നും തരത്ത്, ഞാൻ പറഞ്ഞോളാം. അതും തന്നെ. സത്യം പറയാൻ തുടങ്ങിയാൽ മനസ്സിൽ ഒരു ഭാരമില്ലാതെ നടക്കാം മാഡം. എനിക്കൊരു സമാധാനമില്ല. എന്റെ കയ്യിൽ ബാഗ് തന്നോണ്ടാണോ? അതുകൊണ്ടല്ലടാ, എനിക്ക് പറയാൻ പറ്റും തോന്നില്ല, പറ്റുന്നില്ല. മനസ്സിലാക്ക് ബണ്ടു. ഈശ്വര, അയ്യോ, വേണ്ട 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 വേണ്ട. സഡനായി പോയി പറയാൻ പറഞ്ഞ പേടിയാവില്ലടാ ബണ്ടു. അത് എന്തിനാണ് മാഡം? നമ്മൾ പേടിച്ചിങ്ങനെ പറയാതിരുന്നാൽ എങ്ങനെയാ? നടക്കില്ലടാ, മനസ്സിലാവില്ല നിനക്ക്. എനിക്ക് മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. ഫുൾ ക്ലാരിറ്റി കിട്ടി, എല്ലാം ഓക്കെ. സോറി ബണ്ടു. ഇറ്റ്സ് ഓക്കെ മാഡം. വേദനിച്ചോ നിനക്ക്? ചെറുതായിട്ടൊരു വേദന ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പൊ നല്ല സുഖമുണ്ട്. എന്താ മാഡം ഇത്? മാഡം കീടം അതൊന്നും വേണ്ട. മാഡം, അതിന് ടൈം എടുക്കും മാഡം. അമൂല്യ. യെസ് മാഡം. ആക്ച്വലി ഐ ലൈക്ക് അമ്മു. അമ്മു, ശരിക്കും ടൈം എടുക്കും മാഡം, ശരിക്കും ടൈം എടുക്കും.